ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊരു 2 മാസം മുൻപ് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സുന്ദരി ചെടിയുടെ പേര് ലില്യം എന്നാണ്. ലില്യം പ്ലാന്റിൻ്റെ 4 വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് നാൾ നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആണ്. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലില്യം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിൽ നിന്ന് ലില്യം പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ വീഡിയോ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്ലാന്റ് കിട്ടിയവർക്ക് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ വിസിബിളായിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കാണാം. അത്രയും പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു പ്ലാന്റാണ് ലില്യം. അപ്പോൾ ലില്യം പ്ലാന്റിൻ്റെ 4 വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സൈസ് എന്ന് പറയുന്നില്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഇതിനെ കഴിഞ്ഞും വലിപ്പം എന്തായാലും ഉണ്ടാവും കേട്ടോ. ലില്യം, പരാനോ, പാവിയ, ട്രഷർ, ബ്രിൻഡിസി, അങ്ങനെ 4 വെറൈറ്റീസ് 4 കളറിൽ ഭംഗിയായിട്ടുള്ള ചെടിയാണ് ലില്യ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു കഴിയുമ്പം ഇതുപോലെ ബഡ്സ് ഉണ്ടായതുപോലെ ലീഫിൻ്റെ എല്ലാം ടോപ്പിൽ നിന്ന് ഉണ്ടായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ ബഡ്സ് ഉണ്ടായതുപോലെ മാത്രമല്ല, അടിവശത്തേക്ക് റൂട്ടും വരുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് റൂട്ടൊക്കെ വന്നു കഴിയുമ്പം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം റൂട്ടായി അവിടെ റൈസോം ഫോം ചെയ്യുന്നത് കാണാം കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ടായി പൊഴിഞ്ഞു കഴിയുമ്പോഴും പ്ലാന്റ് നമ്മൾ നന്നായിട്ട് നോക്കുക. ഈ ഒരു മെത്തേഡിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചോട്ടിൽ വെളുത്തുള്ളി അല്ലികൾ പോലെ റൈസോം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലെയേഴ്സ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ റൈസോമിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പറിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ലെയർ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത തൈകളാണ്. അപ്പോൾ ആ ഒരു ഭാഗം വയ്ക്കുമ്പോൾ തന്നെ ആ പോളയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരും കേട്ടോ. നമ്മളത് വെച്ച് കഴിയുമ്പോൾ അറിയാം, ഒരു 5-8 തൈകളൊക്കെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മണ്ണിലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി, ഒത്തിരി തൈകളാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് ഒരുപാട് വളങ്ങളുടെയോ അല്ലെങ്കിൽ വേറെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് മിക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും ഈ ഒരു ചെടിക്ക് ഇഷ്ടമാണ്. ഒരുപാട് വെള്ളം മേൽഭാഗത്ത് കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തണുപ്പും നനവും ഇഷ്ടമുള്ള ചെടിയാണ്. അപ്പം പശ പോലത്തെ മണ്ണാണെങ്കിൽ മാത്രം കുറച്ച് മണലോ കൊക്കോപ്പീറ്റോ മിക്സ് ചെയ്തിട്ട് മണ്ണിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്ന രീതിയിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ മണ്ണ് മാത്രം എടുത്ത് അതിലേക്ക് പ്ലാന്റ് നട്ടു വെച്ച് കൊടുത്താൽ മതി. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇതിൻ്റെ ബഡ്സ് വന്ന് പൂക്കളുണ്ടായി വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. റൈസോം ചീഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നതിൽ ഏറ്റവും വലിപ്പമുള്ള ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഈ ഒരു സൈസ് കണ്ടില്ലേ, ഇതിലും വലിപ്പം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം, അല്ലെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള വ്യത്യാസം ഈ ഒരു ചെടിയിലുണ്ടായിരുന്നു. ഇതിൽ പൂവിരിഞ്ഞ് കാണാനും നമ്മൾ ഒത്തിരി ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. ക്ലൈമറ്റിലുള്ള ആ ഒരു ഡിഫറൻസ് ഒന്നും ഈ ചെടി അങ്ങനെ ബാധിക്കാറില്ല. അതായത് വേറൊരു ക്ലൈമറ്റിലാകുമ്പോൾ പ്ലാന്റ് നാശമായി പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ലില്യം പ്ലാന്റിൽ വരാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ 4 അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മളൊരു കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത്. 4 വെറൈറ്റീസിന് അതിൻ്റെ എല്ലാ ചാർജും ഉൾപ്പെടെ 500 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ലില്യം പ്ലാന്റ് ഇഷ്ടമില്ലാത്തവർ ആരാലേ ഉള്ളത്? അപ്പോൾ ഈ ഒരു പ്ലാന്റ് വാങ്ങി നടണം എന്നാഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ വന്നിട്ട് പ്ലാന്റ് വാങ്ങാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ കോംബോയിൽ തരാത്ത ഒരു വെറൈറ്റി കൂടി ഈ ഒരു കോംബോയിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.